നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തെങ്ങനെ നോക്കുന്നേ? എന്നെ കാണാത്ത പോലെ. ഈ വേഷത്തില് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതിന്റെ ഒരു കൗതുകം കൊണ്ട് നോക്കിപ്പോയത്. ഒന്ന് പോന്നു ചേട്ടാ. ചേട്ടാ വേണ്ടാട്ടോ. പിന്നെ എന്തിനാ നമ്മളോട് വന്നത്? ഇതൊക്കെ മാരേജിന് ശേഷം. നന്ദുവിന് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. എന്തായാലും ശരി, ഈ ജ്യൂസ് കുടിച്ചിട്ടേ ഉറങ്ങാൻ നോക്കാം. എന്താ കഴിക്കുന്നില്ലേ? ഇതെന്താ മുഴുവൻ കുടിക്കാതെ? എനിക്കെന്തോ ഭയങ്കരമായിട്ട് തല കറങ്ങുന്ന പോലെ. അത് യാത്ര ചെയ്തതിന്റെ ക്ഷീണാവും. ആ ജ്യൂസ് മുഴുവൻ കുടിച്ചു തരുന്നത്. അപ്പൊ എല്ലാം തലകറക്കം പോകും. മൊത്തത്തില് ഭയങ്കരമായിട്ട് കറങ്ങുന്ന പോലെ. നിധിയേട്ടാ വേണ്ട. എന്നാ പിന്നെ കിടക്കാം. നിധിയേട്ടൻ എന്ത് പറയുന്നോ അതെല്ലാം ഞാൻ കേൾക്കും. എന്നാ പിന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്യും. മോളെ അത് പിന്നെ നന്ദു വിളിച്ചായിരുന്നു അച്ഛാ. അവള് ഷൂട്ടിങ്ങിലായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യാൻ പോയില്ല. രാത്രി മുറിയിലെത്തിട്ട് തിരിച്ചു വിളിക്കുമായിരിക്കും. അല്ല, ഞാൻ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നു. അവള് ഷൂട്ടിങ്ങിലല്ലേ മോളെ, തിരിച്ചു വിളിച്ചോളും. ശരി അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, കഴിക്കെടുത്ത് വെച്ചിട്ടുണ്ട്, വന്നേ. എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? മോളെ കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാ ശാരദമ്മ പോയത്. നിങ്ങളോട് പോവാനല്ലേ പറഞ്ഞത്? മോളെ പോകാൻ. കഴിപ്പിക്കാൻ വന്നേക്കുന്നു. രാജി, നീ എന്തെടുക്ക അവിടെ? ഞാൻ ശാരിക മോൾക്ക് ഭക്ഷണം കൊടുക്കാൻ. എന്നിട്ട് കൊടുത്തില്ലേ? വേണ്ടാന്ന് പറഞ്ഞു. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ശാന്തേ.
നിനക്ക് ഇത് തന്നെ വരണം. ഭക്ഷണം നിർബന്ധിച്ച് കൊടുക്കണമെന്ന് ശാരദാമ്മ പറഞ്ഞിട്ടും ഇതുകൊണ്ട് തന്നെയാ ഞാൻ അമൃതയത്തെ എഴുന്നള്ളിക്കാൻ പോകാതിരുന്നത്. എടി, വിശക്കുന്നവര് വന്ന് കഴിക്കും. ഈ ലോകത്ത് പട്ടിണി കിടക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കേ ഭക്ഷണത്തിന്റെ വില അറിയൂ. ഈ പെണ്ണിനൊക്കെ അഹമ്മതിയല്ലേ? മോളെ ചക്കരയെന്നൊക്കെ വിളിച്ച് ഊട്ടാൻ നടക്കുന്ന നമ്മളെ വേണം തൊഴിക്കാൻ. നമ്മളെ ഇവരുടെ ഹോട്ടലിലെ ജോലിക്കാരാ, അല്ലാതെ ആ പെണ്ണിന്റെ അടിമകളൊന്നുമല്ല. അവളുടെ ആട്ടും തുപ്പും കൊണ്ടോട്ട് നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഒന്ന് പതുക്കെ, അവൾ കേക്കും. കേക്കുന്നേ, കേക്കട്ടെടി. അവളെ കൊണ്ട് നമുക്കുള്ള ഗുണമെങ്കിലും ഉണ്ടോ ശാരദാമ്മയ്ക്ക്? എന്നും ആട്ടിയും ബഹളവും കണ്ണീരും. അവള് തന്നെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന ബന്ധമാ രാജീവ് സാറുമായിട്ടുള്ളത്. എന്നിട്ട് ഒരു ദിവസം സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടോ ആ സാറിന്റെ കൂടെ? അവളെ കെട്ടിയതുകൊണ്ട് ആ സാറിന്റെ ജീവിതവും കൂടെ കുളം തോണ്ടി. നല്ല വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ളൊരു പെണ്ണിനെയും കെട്ടി മനസമാധാനമായിട്ട് കഴിയേണ്ട സാറാ ഇപ്പൊ തലയ്ക്ക് തീ പിടിച്ച് ഭ്രാന്തനെ പോലെ നടക്കുന്നത്. കെട്ടിച്ചു വിട്ടാലും ശാരദാമ്മയുടെ മനസ്സിന് വല്ല സമാധാനം ഉണ്ടോ? അതുമില്ല. ഇതെന്നും ഒരു ഒഴിയാ ബാധയായി തലയിൽ കുടിയിരിക്കയല്ലേ. ജന്മം കൊടുത്തെന്ന് കരുതി പെറ്റമ്മയെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഒരു പെണ്ണ്. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് പിറക്കുന്നതെന്ന് ഇവളെയൊക്കെ കാണുമ്പോഴാ മനസ്സിലാവുന്നത്. നീ വന്നേ. ശാരദാമ്മ ശാലിനിമോളുടെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ട് കടയിൽ ആരുമില്ല. ശ്യാമമോള് പഠിക്കാൻ പോയെന്നെങ്കിലും പറയാം. കെട്ടിയവനെ തല്ലി ഇറക്കിയിട്ട് മുറി കയറി അടയിരിക്കാൻ ഇവയ്ക്കിത് എന്തിന്റെ കേടാ? ജോലി ചെയ്യാതിരിക്കാനുള്ള അടവ് അത്രേ ഉള്ളൂ. നമുക്കങ്ങനെ പൊരുന്നേരിക്കാൻ ശാരദാമ്മയല്ല അമ്മ. വാ. കെട്ടിച്ചു വിട്ടാലും ശാരദാമ്മയുടെ മനസ്സിന് വല്ല സമാധാനം ഉണ്ടോ? അതുമില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാ മക്കളായിട്ട് പിറക്കുന്നതെന്ന് ഇവളെയൊക്കെ കാണുമ്പോഴാ മനസ്സിലാവുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വന്നു കയറിയതോടെ എല്ലാം മാറി. അന്തസ്സും അഭിമാനവും എല്ലാം മറന്നു. ചായക്കടക്കാരിയുടെ മകൾക്ക് ആ അന്തസ്സേ ഉള്ളൂ. അതിലേക്ക് അവനും താഴ്ന്നു. വഴിവക്കിൽ അവനൊരു തട്ടുകടയോ മുറുക്കാൻ കടയോ തുറന്നാ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യണമെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? അതിനെ സത്യഭാമ വേറെ ജനിക്കണം. ഭാമേ, അതിനു മുമ്പ് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക്. മാർക്കറ്റിൽ 50 രൂപയായിട്ട് കച്ചവടം തുടങ്ങിയ രാഘവൻ നായര് ആദ്യമേ പണയം വെച്ചത് ഈ അന്തസ്സും അഭിമാനവും ഒക്കെയാ. പണത്തിന് വേണ്ടി പലരുടെ മുമ്പിലും കൈകെട്ടി നിൽക്കുമ്പോ ആട്ടും തുപ്പും വരെ കൊണ്ടിട്ടുണ്ട്. അന്ന് അതൊന്നും എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ല. ഒരു കുടുംബമുണ്ട്, അത് പോറ്റണം. അതായിരുന്നു മറ്റെന്തിനേക്കാളും എനിക്ക് പ്രധാനം. എന്റെ മകൻ ഇന്നങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവൻ കഷ്ടപ്പെടട്ടെ, അതിന് ജീവിതം പഠിക്കാം അവന്. രാഘവേട്ട, അവൻ അതിന്റെ ആവശ്യമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അവൻ എന്ത് ചെയ്യണമെന്നായിരുന്നു? അവനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഭാര്യയെ നീ ഇവിടെ ഇറക്കി വിടുമ്പോ അതിന് സമ്മതം മൂളി ഇവിടെ ഒരു പട്ടിയെ പോലെ ചുരുണ്ടുകൂടി വാലാട്ടി നിൽക്കണമായിരുന്നോ? ഇഷ്ട ഭക്ഷണം, സുഖജീവിതം, അതാണല്ലോ അല്ലേ അന്തസ്സും അഭിമാനം ഒക്കെ. കുടുംബം വേണ്ടാന്ന് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാനേ ഈ രാഘവനാർക്ക് അവസരം ഉണ്ടായിരുന്നു ഭാമേ. അതൊന്നും മറക്കരുത് നീ. സാരമില്ല, അതൊക്കെ പോട്ടെ.
ഭാമേ, ദാ നമ്മുടെ മക്കള് ശാലിനി വിഷ്ണു കൂടെ ഇത് നിനക്ക് തന്നെ അയച്ചതാ. അവരുണ്ടാക്കിയ ഭക്ഷണം. ദാ. വാങ്ങിക്ക് ഭാമേ. ആ ഏയ്. അത്രയ്ക്കായോ? ഏയ്. നീ എന്താണ് കാണിച്ചേ? അങ്കിൾ എന്തിനാണ് അടിച്ചത്? ഇതൊന്നും കാണുന്നില്ലേ? ആന്റിക്ക് ഇത് ഇഷ്ടമല്ലാത്തോണ്ടാ ഞാൻ പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞത്. ആന്റിക്ക് ഇഷ്ടമല്ല നീ അവിടെ തീരുമാനിക്കുന്നേ? അതിന്റെ ആന്റി പറയട്ടെ അങ്ങോട്ട്. പറഭാമേ, നിനക്കിഷ്ടമല്ലേ ഇത്? പറയാൻ പറയാൻ ഇഷ്ടമല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ സച്ചിക്ക് വേണ്ടി കല്യാണമൊക്കെ ആലോചിക്കായിരുന്നില്ലേ? കല്യാണാലോചന എവിടെ വരെയായി? സോറി സന്ധ്യ, അവന്റെ കല്യാണം കഴിഞ്ഞു, വിളിക്കാൻ പറ്റിയില്ല. ബെസ്റ്റ്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് എന്നെ ഒരു മൈൻഡും ഇല്ലെന്ന്. ഈ വീട്ടിലെ ഒരാളുടെ മാരേജ് നടക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ചു പറയുകയും ചെയ്യണ്ടേ? സോറി ഡിയർ, എക്സ്ട്രീംലി സോറി. ആ അത് പോട്ടെ, ആരാ ആള്? ഐ മീൻ സച്ചിയുടെ വൈഫ്. എവിടെയാ കുട്ടിയുടെ വീട്? കേട്ടിട്ട് ത്രില്ലായി കേട്ടോ. സച്ചിൻ ഒരു ബിഗ് ഹായ് പറഞ്ഞേക്ക്. നീ ഞാൻ പറഞ്ഞ കാര്യം മറന്നെന്ന് തോന്നുന്നു. മീറ്റിംഗ് 9:30 സച്ചിയുടെ വൈഫിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നാ എന്റെ കാര്യം മുടങ്ങും. 10 crore ഒരു പ്രോജക്റ്റാ, മേ ബി മിസ്സാവും. എല്ലാരും നമുക്കൊരു ദിവസം വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ അനക, നീ കാറിന്റെ കീ ഒന്ന് എടുത്തോണ്ടോ, എനിക്ക് വേഗം പോണം. എന്നാ ശരി അവന്തിക, ഞാൻ പോവാണേ. ബൈ. ശരി. വാ. ചേച്ചി എന്താ പോകുന്നില്ലേ? എങ്ങോട്ട്? ചേച്ചിയല്ലേ പറഞ്ഞത് കീ എടുത്തോണ്ട് വരാൻ. എന്നിട്ടിപ്പോ എന്താ തിരിച്ചു കയറി പോകുന്നത്? എന്തെങ്കിലും മറന്നു വെച്ചോ? ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പം മുൻപ് പറഞ്ഞത്? അനക്ക് എന്താ അനക്കെ ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? ശരി, പോകുവോ വരൂ, അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. വന്നു പോയ ലേഡി ആരെന്ന് പറയാൻ പറ്റൂ? എന്നെ കാണാൻ പലരും വരും പോകും. അവരൊക്കെ ആരാണ് എന്താണെന്നൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി 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 എന്തിനാ അവരെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാന്ന് പറഞ്ഞ്? അവര് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, അവരെ കണ്ടപ്പോ ചേച്ചി പൂച്ചയെ കണ്ട എലിയെ പോലെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പുന്നത് കണ്ട് ചോദിച്ചതാ. അതാരെ? ഒരു സാധാരണ സ്ത്രീയെ കാണുമ്പോ ധാർഷ്ട്യത്തോടെ മാത്രം പെരുമാറുന്ന അവന്തിക മാഡം ഇവര് വന്നപ്പോ പഞ്ചപുച്ഛം അടക്കി പുറകെ നടക്കുന്നത് കണ്ടപ്പോ വന്നത് വേറെ ഒരു ലേഡി അല്ലെന്ന് എനിക്ക് തോന്നി. അവന്തിക അങ്ങനെയൊക്കെ പെരുമാറും, അതിന് നിനക്കെന്താ? നീ
നിനക്കറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, മനസ്സിലായോ? എഴുതി അതാരായിരുന്നു വന്നത്? ആ അതെന്റെ ഒരു പഴയ ഫ്രണ്ടാ, എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അവര് കേരള ഹോസ്പിറ്റലിലെ ഡോക്ടറാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹോസ്പിറ്റലിൽ വന്നാൽ അവളെ കാണാൻ കഴിയില്ലെന്ന് കരുതിയ വരാതിരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം അവള് വീട്ടിൽ വന്ന് കാണാന്ന് കരുതിയിരുന്നതാ. അയ്യോ, കുറച്ചു ദിവസത്തേക്ക് റൂമിലേക്ക് സന്ദർശകരെ വിടരുതെന്നാ ഡോക്ടർ പറഞ്ഞത്. അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ സഞ്ജു പറഞ്ഞത്. ഇന്ന് മാത്രമല്ല, വന്ന് കാണാൻ തടസ്സമില്ലെന്നും പറഞ്ഞു. മോളോട് അവൻ അങ്ങനെ പറഞ്ഞോ? അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം പോലെ? മോളെ, സഞ്ജു തന്നെയാ പറഞ്ഞത് ശ്രീകുട്ടിയുടെ റൂമിലേക്ക് വീട്ടിൽ തന്നെയുള്ള 1-2 പേര് പോയാ മതിന്ന്. വല്ല ഇൻഫെക്ഷനും വന്നോന്ന് പേടിച്ച് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. നമ്മളത് പാലിക്കണ്ടേ? ഞങ്ങൾ പറഞ്ഞ സത്യമായിട്ട് കുറച്ച് ദിവസം നല്ല ശ്രദ്ധ വേണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. കുട്ടി തിരിച്ചു പോയിക്കൊള്ളു. കാലിലെ പ്ലാസ്റ്റർ എടുത്തിട്ടേ ഉള്ളൂ. ഇനിയും തുടർ ചികിത്സകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ കാണാമല്ലോ. നിരാശപ്പെടുകയൊന്നും വേണ്ട. ഞാൻ അവളെ കാണാൻ പാടില്ലെങ്കിൽ പോയേക്കാം. പക്ഷേ സഞ്ജുവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത്. വരാനും സഞ്ജു പറഞ്ഞു. അങ്കിൾ. മോളെ, മോളെപ്പോ വന്നു? ഞാൻ വന്നതേ ഉള്ളു അങ്കിൾ. സ്വാതി ഒന്ന് കാണാൻ കൊതിച്ചാ വന്നത്. അതിനെന്താ, മോൾ അവളെ പോയി കണ്ടോളൂ. നിങ്ങളെയൊക്കെ കാണുന്നതല്ലേ അവൾക്ക് സന്തോഷം. അമ്മ, ഇവളെ ശ്രീകുട്ടിയുടെ റൂമിലേക്ക് കൊണ്ടു ചെല്ലും. താങ്ക് യു അങ്കിൾ. മോളോടല്ലേ ഞങ്ങൾ താങ്ക്സ് പറയേണ്ടത്. വാമോ. ഞങ്ങൾ നാണം കെടുത്തി കളഞ്ഞു. ഞാൻ നിങ്ങളെ എങ്ങനെ നാണം കെടുത്തിയെന്നു? ശ്രീകുട്ടിയുടെ റൂമിലേക്ക് വിസിറ്റേഴ്സ് പാടില്ലെന്ന് ഞങ്ങൾ അവളോട് പറഞ്ഞു. അവള് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് പ്രഭ വന്നത്. നിങ്ങൾ അവളെ വിലക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്റെ മകൾ ഒരു പാരാലിസ് പേഷ്യന്റ് ആണെന്നുള്ള കാരണം കൊണ്ടല്ല. അവള് പുറത്തുള്ള ആരുമായിട്ടും സമ്പർക്കത്തിൽ പെടാൻ പാടില്ല. റൂമിൽ കട്ടിലിൽ തന്നെ കിടന്നോണം, അല്ലേ? മനസ്സാ വാചാ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയല്ലേ പ്രഭേ. കാലുകൾക്ക് ചലനമില്ലാന്ന് ശ്രീകുട്ടി പറയുമ്പോൾ പല സംശയങ്ങളും അവൾ ശ്രീകുട്ടിയുടെ മനസ്സിലേക്ക് കടത്തിവിട്ടാലോ എന്ന് പേടിച്ചിട്ട. അച്ഛൻ ഈ പറഞ്ഞതാ സത്യം. പ്രഭ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ മകള് രോഗിയാണെന്നുള്ള സഹതാപമൊന്നും ആർക്കും വേണ്ട. അവളെ കാണാൻ അവളുടെ ഫ്രണ്ട്സ് വരട്ടെ. എല്ലാ കാലത്തും അവളിൽ നിന്ന് ആ രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. പ്രഭയ്ക്കിപ്പം നീരസം നമ്മോടായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി അവളെ വീൽ ചെയറിലെത്തി മുറ്റത്തേക്ക് കൊണ്ടുപോയി. ആരാ അവൾക്ക് അതിന് പെർമിഷൻ നൽകിയത്? അച്ഛൻ തന്നെയാ. നിനക്ക് കൂടെ പോകാറുന്നില്ലേ? സ്വാതി അവൾ ഓരോന്ന് പറഞ്ഞു കുത്തി നോവിക്കും. ഇനി പോയിട്ട് കാര്യമില്ല. ചേച്ചി പാരലൈസ്ഡ് ആണെന്നറിഞ്ഞ സഞ്ജന വന്നത്. അതവള് ചേച്ചിയോട് പറഞ്ഞു.
ചേച്ചി പൊട്ടിക്കരയുന്നത് കണ്ട ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. മൈ ഗോഡ്. ഞാനൊരു മഹാപാപം ചെയ്തു പോയില്ല ദൈവമേ. നിന്നോട് ഞാനിത് പറയാൻ പാടില്ലായിരുന്നു. സഞ്ജയ് നിന്നെ അറിയിക്കാതിരുന്നതല്ലേ? ഏത് നേരത്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കരയല്ലേ? സഞ്ജു നീ വേണം ഒന്നിച്ച് ജീവിക്കാൻ. ഇനി ഞാൻ തിരിച്ചറിഞ്ഞത് ആക്സിഡന്റ് ആയി നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താ. സഞ്ജുവിന് നിന്നോടുള്ള സ്നേഹം അവിടെ വെച്ച് ഞാൻ കണ്ടു. ആ നിമിഷം എന്റെ മനസ്സിൽ നിന്ന് സഞ്ജുവിനെ കുറിച്ചുള്ള ചിന്തകൾ നേരോടെ ഞാൻ പിഴുതെറിഞ്ഞു. അവിടെ വെച്ച് മനുവിനോട് ഞാൻ പറഞ്ഞതാ, ഇനി ഒരു നോക്കുകൊണ്ട് പോലും സഞ്ജുവിനെ ഞാൻ ആഗ്രഹിക്കില്ലെന്ന്. സത്യസ്വാതി ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വിവാഹം നടന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഒരു മനസ്സെനിക്ക് ഉണ്ടായിട്ടാ നിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ മനുവിന്റെ കൂടെ രാത്രി ഈ വീട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റ് കണ്ടാലേ ഗാർഗി റിയാക്ട് ചെയ്യും. അത് അമ്മയായാലും അങ്കിൾ ആയാലും ഭർത്താവായാലും ആരായാലും. അങ്ങനെയാണെങ്കിൽ പാർവതിക്ക് ജയ് വിളിച്ച് നീ കുറച്ചു ദിവസം കിടക്കവിടെ. അതോടെ നിന്റെ സൂക്കേട് മാറിക്കോളും. എന്നെ പൂട്ടയിടാനല്ലേ നിങ്ങൾക്ക് കഴിയൂ? എന്റെ നാവ് പിഴുതെറിയാനൊന്നും നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങളോ അമ്മയോ അങ്കിളോ ഒക്കെ ആ പാർവതിയോട് ചെയ്യുന്നത് ദുഷ്ടത്തരോ, തെമ്മാടിത്തരം. പൂട്ടിയിട്ടാലും ഗാർഗി ആ സത്യമൊക്കെ വിളിച്ചു പറയും. ഉറക്കം വിളിച്ചു പറയും. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മര്യാദ പഠിക്കേണ്ടത് ഞാനൊന്നും അല്ല, നിങ്ങളും നിങ്ങളുടെ അമ്മയോ അങ്കിളോ ഒക്കെയാ. നിങ്ങൾ മൂന്നുപേരാ മര്യാദ പഠിക്കേണ്ട. ജാസ്മിനെ അവളുടെ കിഴങ്ങ് ചേട്ടനെ കൂടെ പഠിപ്പിക്കും. ഗാർഗിയുടെ നാവടപ്പിക്കാനേ നിങ്ങളായിട്ടില്ല. അതിന് നിങ്ങൾ ഇനി വേറെ ജനിക്കണം. നീ ആരോടാണ് ഈ സംസാരിക്കാൻ നിനക്ക് വല്ല ബോധമുണ്ടോ? നല്ല ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് തട്ടിപ്പറിക്കാൻ നടക്കുന്ന എന്റെ ഭർത്താവിനോട്. ഇത്രയും വളർന്നിട്ടും അമ്മയുടെ സാരിത്തുമ്പിന്ന് പിടിവിടാത്ത മര്യാദയും മര്യാദ കേടും എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരു വിചിത്ര ജീവിയോട്. എന്നോട് ഒച്ച വേണ്ട. ഒച്ച വെച്ചാലേ നിങ്ങൾ തോറ്റു പോകത്തേ ഉള്ളൂ. അറിയാം, അവളുടെ കൂടെ ചേർന്ന് ഞങ്ങളെ തോൽപ്പിക്കാൻ നടക്കാണല്ലോ നീ. ഞാൻ ആരെയും തോൽപ്പിക്കാൻ നടക്കുന്നുള്ളൊന്നും അല്ല. ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിനെ
എല്ലാവരും കൂടെ ചേർന്ന് ചക്രശ്വാസം വലിപ്പിക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണിക്കുന്ന ഒരു ഇത്തിരി ദയ, മനുഷ്യത്വം. നിങ്ങൾക്കത് മനസ്സിലാവാത്തത് അത് രണ്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തതുകൊണ്ടാ. നീ അവളോട് ദയ കാണിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവൾ ഈ കുടുംബത്തിലെ തറവാട്ടമേ. ഉണ്ടായിരുന്നത് മുഴുവൻ അവൾക്ക്. എന്നിട്ട് അവളോട് മനുഷ്യത്വം കാണിക്കുന്ന നിന്നെ ഈ മുറിയിലിട്ട് പൂട്ടിയാ മാത്രം പോരാ, ഒരാഴ്ച പട്ടിണിക്കിടയും വേണം. ഇവിടെ ഉള്ളത് മുഴുവനും അവള് ചോദിച്ചോ? ഇല്ലല്ലോ, കൊടുത്തതല്ലേ. എല്ലാം അവളുടെ സ്വത്താണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ ഗർവോടെ എപ്പോഴെങ്കിലും അവള് നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുണ്ടോ? നിങ്ങളെയൊക്കെ ചൊൽപ്പടിയിൽ നിർത്താനുള്ള കഴിവുണ്ടായിട്ടോ എല്ലാവരുടെ ആട്ടും തുപ്പ സഹിച്ച് അവള് മിണ്ടാതിരിക്കുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്കൊന്നും തൃപ്തി ആവുന്നില്ല. ഇനി അവളെ ജയിലിലാക്കും കൂടി വേണം. മനസാക്ഷിയുള്ള ആർക്കും അതൊന്നും സമ്മതിച്ചു തരാൻ കഴിയില്ല. എന്നെ പൂട്ടിയിട്ടാലും പട്ടിണി കിട്ടാലും ഞാൻ അതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണോടി? അങ്ങനെ ഒരു ഗതികേട് എനിക്കുണ്ടാവുമ്പോ ഞാൻ നിന്റെ മുന്നിൽ വരാം. അതുവരെ നീ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിക്കോ. തൊണ്ട പൊട്ടുന്നവരെ വിളിച്ചു കൂവിക്കോ. നീ വിചാരിച്ചാലൊന്നും ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരാൾ ഉറങ്ങുമ്പോ അയാളുടെ മനസ്സ് മുഖത്ത് പ്രതിഫലിക്കുന്ന മനസ്സിലെ പ്രണയം, ദേഷ്യം, പരിഭവം ഒക്കെ ആ മുഖത്ത് തെളിയും. നിന്റെ മുഖത്തെ ഞാൻ കണ്ടത് എന്താന്ന് അറിയോ? എന്താ? നിലാവ് പുതച്ച് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന പൂർണ്ണചന്ദ്രനാണോ, അതോ ആകാശത്ത് പൂത്തു നിൽക്കുന്ന അരുന്ധതി നക്ഷത്രമാണോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു. പക്ഷേ പിന്നീട് മനസ്സിലായി അതൊന്നും അല്ലാന്ന്. പിന്നെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ പാൽപുഞ്ചിരി. പിഞ്ചു കുഞ്ഞിന്റെ പാൽപുഞ്ചിരിയോ എന്റെ മുഖത്തോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കുഞ്ഞിന്റെ മനസ്സാ നിനക്ക്. കാണാനും ഒരു കുഞ്ഞിനെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നെ എന്റെ കയ്യിലെടുത്തോണ്ട് നടന്നേനെ. ചുമലിൽ കിടത്തി താരാട്ട് പാടി ഉറക്കിയനെ. കണ്ണെഴുതി തരികയും പൊട്ടുതൊട്ട് തരികയൊക്കെ ചെയ്യായിരുന്നു. നീ എന്താ ആലോചിക്കുന്നേ? വിശാൽ സാറ് എന്നെ ചുമലിൽ കിടത്തി താരാട്ട് പാടുന്നത്. ഞാൻ ഇത്രയും വളരണ്ടായിരുന്നു. ഇപ്പോഴും കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാ മതിയായിരുന്നു. വന്നേ. ഇരിക്ക. അയ്യോ, അപ്പോ വിശാൽ സാറിന് തണുക്കില്ലേ? ഷീറ്റ് എടുത്തോളൂ. ഏയ് വേണ്ട. വിദേശ രാജ്യങ്ങളിൽ പഠിച്ചു വളർന്ന എനിക്ക്
ഈ തണുപ്പൊന്നും ഒരു തണുപ്പേ അല്ല. ഇത് ശീലമില്ലാത്തോണ്ട് നിനക്കാ ഇത് ആവശ്യം. നീ ഉറങ്ങിക്കോ. നേരം വെളുക്കാനേ ഇനിയും കുറേ സമയം ബാക്കിയുണ്ട്. ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ വന്ദന, ഇത് എപ്പോ എടുത്ത ഫോട്ടോയാ? അത് ശരി. അപ്പോ ഓർമ്മശക്തിയൊക്കെ ഇത്രേ ഉള്ളല്ലേ? അന്ന് കോളേജിൽ വെച്ച് നമ്മൾ നാടകത്തിനെടുത്തത് അഖിലായിരുന്നില്ലേ ഹീറോ? ഞാൻ അഖിലിന്റെ പുറകെ നടക്കുന്ന പെണ്ണ് തനൂജ. അവസാനം എന്റെ കയ്യിൽ നിന്ന് നായിക അഖിലിനെ തട്ടിയെടുത്തു. അല്ല, അന്ന് നാടക ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഫോട്ടോയിൽ നമ്മൾ ദൂരെ എവിടെ പാർക്കിൽ നിൽക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. ഫോട്ടോഷോപ്പ് അത് ഞാനിന്ന് ഫോട്ടോഷോപ്പ് ചെയ്ത് സെറ്റ് ചെയ്തതാ. സത്യത്തിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഫോട്ടോ കാണും. എന്തോ മനസ്സിൽ ഈ ഫോട്ടോ കാണുമ്പോഴേ ഒരു സന്തോഷം കിട്ടും. സത്യത്തിൽ ഈ ഫോട്ടോ എന്റെ കയ്യിലുള്ളതുകൊണ്ടാ ഞാൻ വിവാഹം പോലും കഴിക്കാത്തത്. എന്താ മനസ്സിലായില്ല? ഏയ് ഒന്നുമില്ല അഖിൽ, നത്തിങ്. അല്ല, ഞാൻ ഈ ഫോട്ടോ അയച്ചതിന് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്ത് ദേഷ്യം? മതി, എനിക്കത് കേട്ടാ മതി. താങ്ക് യു അഖിൽ. ഓക്കെ. അഖിലിപ്പോ ഈ ഫോട്ടോയുടെ പുറകെ ആയിരിക്കും. ഇനി അടുത്ത ഘട്ടം ഈ ഫോട്ടോ ശ്യാമയെ കാണിക്കാന്നുള്ളതാ. അമൃത ഇപ്പൊ തന്നെ ശ്യാമയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അവള് ഏത് നിമിഷവും ഇവിടെ എത്തുകയും ചെയ്യും. ദേ വന്നു. പഠിപ്പിക്കാനുള്ളവർ പഠിപ്പിച്ചിട്ട് പോണം. കുടുംബം ഇല്ലാതാക്കാൻ നോക്കരുത്. കുറെ ദിവസമായി ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. ഇങ്ങ് വാ. ടീച്ചറെ ഗുണദോഷിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. നിനക്ക് കമ്പനിയുടെ ഹെഡ് ആവണമെങ്കിൽ ആയിക്കോ, ഞാൻ മാറി തന്നോളാം. ഇതിനെ എത്രയും വേഗം ഇവിടുന്ന് പാക്ക് ചെയ്തോളണം. ഞാൻ കുറെ നേരമായിട്ട് ക്ഷമിക്കുന്നു. എന്റെ ക്യാരക്ടറിനെ അവഹേളിച്ചാലുണ്ടല്ലോ. ക്യാരക്ടറോ? നിനക്കോ? നിനക്ക് എന്ത് ക്യാരക്ടറാ ഉള്ളത്? നിനക്കേ ഇവളെ മണ്ടിയാക്കാൻ പറ്റും. പക്ഷേ ഐശ്വര്യ ആള് വേറെയാ. എന്റെ കുടുംബത്തില് നുഴഞ്ഞു കയറാൻ വന്നാലുണ്ടല്ലോ. എന്താ കാര്യം? എന്താ ബെസ്റ്റ് കാര്യം എന്താന്ന് ഈ വീട്ടിലെ ബാക്കി എല്ലാവർക്കും അറിയാം. കാര്യം എന്താന്ന് അഖിയുമായിട്ടുള്ള കളിയും ചിരിയൊന്നും നീ കാണുന്നില്ലേ? നിന്റെ ചങ്കിന്റെ ചങ്കായ അമൃതേടത്തേക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അഖിയുമായിട്ട് എന്തോ ആയിക്കോട്ടെ. ഇവളിപ്പോഴേ എന്റെ അരുണുമായിട്ട് കൊഞ്ചാനും കൊഴിയാനൊക്കെ വന്നിരിക്കുന്നു. അരുണിനെ ഫോൺ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഇവിടെ ഫോൺ ഞാനൊന്ന് പരിശോധിച്ചു. അപ്പൊ കണ്ടു ഒരു ഫോട്ടോ. 2 ഇണക്കുരുവികള് പാർക്കിലിരുന്ന് സല്ലപിക്കുന്നു. അഖിയും ഇവളും കൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നുകിൽ ഞാൻ അവിടെ നിങ്ങളുടെ വീട്ടിൽ വരാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരണം. അവിടെ വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ. അല്ലാതെ ഇങ്ങനെയുള്ള ഒളിച്ചുകളി ഞാൻ നിർത്തുക.
ശരി, പറയാനുള്ളത് പറയാം, ചോദിക്കാനുള്ളത് ചോദിക്കാം. നേരത്തെ ചോദിച്ച കാര്യം തന്നെയാ ഇപ്പോ ഈ നാട്ടിലേക്കുള്ള വരവ്. അതിന്റെ ഉദ്ദേശം എന്താ? നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാ. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ജീവിക്കാൻ വേണ്ടി, ജീവിക്കാൻ തന്നെയാ വന്നത്. കാശുള്ളവർക്കും കമ്പനി മുതലാളിമാർക്കും മാത്രം ജീവിച്ചാ പോരല്ലോ. ഞങ്ങളെപ്പോലുള്ള ദരിദ്രവാസികൾക്കും കഴിഞ്ഞുകൂടണ്ടേ? ഒരു ജോലിക്ക് വേണ്ടിയാ ഞാനന്ന് കമ്പനിയിലേക്ക് വന്നത്. മായ, എനിക്ക് വെറുതെ ഒരു സംശയം തോന്നുക. എന്താ ജഗൻ? അല്ല, ഐശ്വര്യ ഒരു പെണ്ണിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ലേ? ആദിത്യന്റെയും അമൃതയുടെയും ഇടയിലുള്ള ഒരു പ്രശ്നം. ഇനി ഈ പെണ്ണാണോ ആ പെണ്ണ്? ഇനി എന്താ അറിയേണ്ടത്? മോളുടെ അച്ഛനാരാണെന്ന് നാട്ടിലൊക്കെ അറിയോന്നാണോ? ഇല്ല, അത് ആനന്ദ നിലയക്കാർ പേടിക്കണ്ട. ഞാനതൊന്നും പറയില്ല. കാശ് വേണോന്നാണ് ഇനിയുള്ള ചോദ്യമെങ്കില് എനിക്കതും വേണ്ട. ഈ നാട്ടിൽ നിന്നൊന്ന് പോയി തരണം എന്നാണ് പറയാൻ വരുന്നെങ്കിൽ സോറി, തൽക്കാലം പോകാൻ യാതൊരു ഉദ്ദേശവും ഇല്ല. ഈ മോതിരം ആരുടെയെന്നറിയോ? ആനന്ദ നിലയത്തിലെ വസുന്ധരാമ്മയുടെ. അന്നമ്മയ്ക്ക് O നെഗറ്റീവ് ബ്ലഡ് കൊടുത്തത് ഈ ഞാനായിരുന്നു. അതിന്റെ സന്തോഷമായിരുന്നു ദേ ഈ മോതിരം. കണ്ടോ, ചിതറിത്തെറിച്ചു കിടന്ന ബന്ധങ്ങൾ ദൈവം ചേർത്ത് വെക്കാൻ നോക്കുന്ന രീതികൾ കണ്ടോ? നിങ്ങൾ പക്ഷെ പേടിക്കണ്ട, ഇതൊന്നും ഭാവിയില് അവകാശം സ്ഥാപിക്കാനുള്ള അടയാളങ്ങളൊന്നും ആവില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു അമ്മ എനിക്ക് തന്നൊരു സമ്മാനം, അത്രേ ഉള്ളൂ. പറഞ്ഞില്ലേ പേടിക്കണ്ട. അന്ന് ഞാൻ പറഞ്ഞു ആവശ്യമില്ലാതെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലാന്ന്. പിന്നെ കുഴപ്പം പിടിച്ച എന്തെങ്കിലും ആലോചന മനസ്സിലുണ്ടോ? അല്ല, എന്ന് വെച്ച എന്നെ അങ്ങ് തട്ടിക്കളയാന്ന് അങ്ങനെ എന്തെങ്കിലും? എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഈ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ചില കുടുംബക്കാരെ എന്ത് ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടോന്നാ ചോദിച്ചത്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കുന്നതാ നല്ലത്. കാരണം എന്താണെന്നറിയോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് കൃത്യമായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീയും നിന്റെ ഭർത്താവും ചേർന്ന് എന്റെ ജീവിതം തകർത്തു. എന്റെ മക്കളെ എന്നിൽ നിന്നും അകറ്റി. എന്റെ ചെറിയ ബിസിനസ്, എന്റെ ജീവിതമാർഗം അതും നശിപ്പിച്ചു കളഞ്ഞു. സമാധാനം കളഞ്ഞു. എന്നിട്ട് വിവാഹമോചനം നേടാൻ വേണ്ടി ഒരു കൈവിട്ട കളിയും. അയാളുടെ അസുഖം തീർക്കാൻ എന്റെ മോനെ ബലിയാടാക്കി. പാവസാഗർ അച്ഛനെ ദൈവമായിട്ട് കണ്ടു നടക്കുക. ഇങ്ങനൊരു ചതിയനാണ് അയാളെന്ന് എന്റെ മക്കൾ അറിയുന്നൊരു ദിവസം വരും. അന്നത്തോടെ അയാൾ തീർന്നു. നീ അയാളുമായി ബന്ധം ഉണ്ടാക്കിയപ്പോ നിനക്കറിയായിരുന്നു അയാൾക്കൊരു ഭാര്യയുണ്ടെന്ന്? ഞാനാണെന്നത് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നീ മുന്നോട്ട് പോയത്. ന്യായം മുഴുവൻ എന്റെ ഭാഗത്താണെന്ന് നീ അറിഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ കൊണ്ട് തന്നെ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഹലോ ബ്രോ, 1 കോഫി.
അപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം പോക്ക. ബ്രോ, പുറത്തൊരാള് വെയിറ്റ് ചെയ്യുന്നുണ്ടേ, ഒന്നിങ്ങോട്ടേക്ക് വരാൻ പറയോ? ആരാ കൂടെയുള്ളത്? അതോ, അതിനിടയ്ക്ക് അങ്ങനെ പേടിച്ചു പോയോ? മറ്റുള്ളവരെ കൊല്ലാനും കൊല്ലിക്കാനും പേടിയില്ലാത്ത ആളാ. ഇങ്ങനെ പേടിച്ചാലോ? പുറത്ത് കാത്തു നിൽക്കുന്നത് എന്റെ ശക്തിയും എന്റെ ബലവുമാ. എന്നെ പോലെ വേറൊരു പെൺശക്തി, എന്റെ മകൾ അപർണ എന്ന അപ്പു. എന്താ മോളെ പുറത്ത് നിൽക്കുമായിരുന്നോ? ഇതെന്റെ ഭർത്താവിന്റെ ഓഫീസല്ലേ. എന്റെ ഭർത്താവ് എന്ന് വെച്ചാ മോളുടെ ആരാ? അമ്മാവൻ. കറക്റ്റ്, ഫാദർ ഇല്ലോ. സ്വന്തം ഓഫീസിൽ വന്നിട്ടാണോ ഇങ്ങനെ പുറത്ത് നിന്ന് കളഞ്ഞത്? മോളങ്ങ് ഇങ്ങോട്ട് ഇരുന്നേ. മോക്ക് കുടിക്കാൻ കോഫിയാണോ ചായയാണോ? വേണ്ടമ്മേ, ഞാൻ കരിക്കേ കുടിക്കൂ. അത് ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചു. ഓ ഷോ, ഞാനതങ്ങ് മറന്നുപോയി. ആ അമ്മേ, വെഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിച്ചു എന്നറിഞ്ഞു. അതെ മോളെ, പൊളിച്ചടുക്കി. ആശുപത്രിയില് ഞങ്ങള് കേക്ക് മുറിച്ചു. കോളനിക്കാർ ഞങ്ങൾക്ക് മാലയിട്ടു. മൊത്തം ആഘോഷമായി. ഓ പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ അമ്മേ, മാഡം ആംഗ്രി ബേബി ആയി. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ പരിഹസിക്കാന്ന് മനസ്സിലായി. അയ്യോ, ഇപ്പഴാ എനിക്ക് സമാധാനമായത്. നമ്മള് ബുദ്ധിമുട്ടി പരിഹസിച്ചിട്ട് അത് മനസ്സിലാകൂലേന്നായിരുന്നു എന്റെ പേടി. എന്തായാലും മനസ്സിലായല്ലോ, അപ്പൊ നമ്മള് വിജയിച്ചു. സുധാമണിക്ക് എന്നോടുള്ള ദേഷ്യവും സങ്കടമൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാ ഞാൻ കുറച്ചൊക്കെ ക്ഷമിച്ചത്. പക്ഷെ കൂടുതൽ വേണ്ട. ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ നിങ്ങൾ ഇവിടെ വന്നിരുന്ന ആളാകുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോയി തരുമോ? പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്നത് ഒരാള് സമാധാനം ഉറങ്ങാൻ സമ്മതിക്കൂലല്ലോ. എന്നാ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നീ കാര്യം പറഞ്ഞിട്ട് ഉറങ്ങ. ഞാൻ ഉറങ്ങിയിട്ട് പറയാം. കാര്യം പറ. ഞാൻ പറഞ്ഞു തരാം. പിന്നെ നീ ഇപ്പൊ പറഞ്ഞോ? പിന്നാണല്ലോ പറയണ്ടേ, ഇപ്പൊ പറ. എന്റെ പൊന്നമ്മായി, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. അവിടെ ഉറങ്ങാൻ പോവാണോ? എടി പറഞ്ഞിട്ടോ? എന്താ രണ്ടുപേരും കൂടെ രാധാലക്ഷ്മി ഇവിടെ ഓടിക്കാനുള്ള ചർച്ചയിലാണോ? രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള അവരെ നമ്മൾ എന്തിനാ അപ്പച്ചി ഇവിടെ ഓടിക്കാൻ നിക്കണേ? അതൊക്കെ ശരിയാ, പക്ഷേ രാധാലക്ഷ്മിയെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പാടില്ലാത്തത് കൊണ്ടാ. അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയതാണ്. അവര് ശരിക്കും നിരപരാധിയാണ്. ഇത്രല്ലേ ഉള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. സീതാലക്ഷ്മി കരഞ്ഞാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് രാധാലക്ഷ്മി അറിഞ്ഞ അവളുടെ സ്വഭാവം മാറും. പിന്നെ ആര് പിടിച്ചാലും കിട്ടത്തില്ല. ചേട്ടാ, ഈ അപ്പച്ചി പറയുന്ന കേട്ടാ തോന്നുന്നു നമ്മളെല്ലാവരുടെ ഇവിടെ അടിച്ചിറക്കിയാണ് നാത്തൂനെ വിട്ടോന്ന്. അല്ലേ? അപ്പച്ചി ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. എടി, നിങ്ങളൊക്കെ തോന്നിയതുപോലെ കല്യാണം കഴിച്ചതുകൊണ്ടല്ലേ ആ വിഷമത്തിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കല്യാണം കഴിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല അപ്പച്ചി. ഇങ്ങോട്ടൊന്ന് ഇരുന്നേ. എന്തിനാ? ഇരിക്കെ, ഒരു കഥ കേൾക്കാം. രാധാലക്ഷ്മിയുടെ കഥ കേൾക്കാം. ആണോ? നീ പറ. പിന്നെ പറഞ്ഞ പോരെ അമ്മായി. പറയാനേ. അതെ, ഇന്നലെ ഞാൻ മുറിയൊക്കെ റെഡിയാക്കിയിട്ട് കിടക്കാൻ വേണ്ടി അവരെ വിളിക്കാൻ ചെന്നു. ഞാൻ നോക്കുമ്പോഴേ അവര് ചുമരിനോട് സംസാരിച്ചോണ്ട് നിക്കുക. ചുമരിനോട് സംസാരിച്ചോണ്ട് നിക്കുക. എന്തൊക്കെയോ പറയുന്നു. എനിക്ക് ചെറുതായിട്ടൊരു സംശയമുണ്ട്, അവർക്ക് വട്ടാണോന്ന്. അതൊക്കെ അവളുടെ അടവാ. അയ്യ, എന്നിട്ട് ഇന്നലെ അവരോട് സ്നേഹം കാണിക്കുന്ന കണ്ടല്ലോ. എടി, അത് പേടിച്ചിട്ടാടി. അയ്യേ, എനിക്കെന്തിനാ പേടി അവളോട്? അവരുടെ പേര് പറഞ്ഞപ്പോഴേ കണ്ണും തള്ളി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. പോവണേ അവിടെ. അതെ, നിങ്ങളെ ഓർത്തിട്ടാ. ബാക്കി പറഞ്ഞേ. പിന്നെ അവർ ഏതൊക്കെയോ ജയിൽ പുള്ളികളുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നത്. ആരൊക്കെയാന്നറിയോ? ഭർത്താവിന്റെ കൈ വെട്ടിയ ഒരാള്, പിന്നെ ബസ്സിൽ പോകുമ്പോ കയറി പിടിക്കാൻ ചെന്ന ഒരു കണ്ടക്ടറെ, ഓടുന്ന ബസ്സിൽ തന്നെ ചവിട്ടി താഴെ കിട്ട ഒരു സ്ത്രീ,
പിന്നെ ഒരാളുടെ കൂടെ പറഞ്ഞല്ലോ പിക് പോക്കറ്റ് ജിഞ്ച. അത് സിനിമാ പേരായിരിക്കും. ഓ പോക്കറ്റ് അടിക്കാരി ജിഞ്ച. ജിഞ്ചാന്ന് പേരുള്ള ഒരു പോക്കറ്റ് അടിക്കാരി. അവരെ പറ്റിയൊക്കെ എന്തെല്ലോ കാര്യങ്ങൾ പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെങ്കിലേ കുഞ്ഞമ്മ ആളൊരു പാവാന്ന് തോന്നുന്നു. കുമാരിച്ചിയുടെ കുഞ്ഞിനെ കാണാൻ വന്നേ, എന്നിട്ട് കുഞ്ഞിനെ നോക്കി കൊറേ നേരം സംസാരിച്ചിട്ട് ഒരേ കരച്ചിലായിരുന്നു. 24 മണിക്കൂർ ഇവർക്ക് ഈ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ചെലപ്പോ ആ വലിയ രൂപം മാത്രമേ ഉണ്ടാവുള്ളൂ. ലോല ഹൃദയമായിരിക്കും, അതായിരിക്കും. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. അതെ അപ്പച്ചി, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ആ രാധാലക്ഷ്മിയുടെ അപ്പച്ചി വല്ല കാശും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടോ? 24 മണിക്കൂർ അവരെ അങ്ങ് ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും. നീ ആരാ ചോദിക്കാൻ? പാർട്ടിക്കാരുടെ നേരെ ചാടുന്ന പോലെ എന്റെ അടുത്ത് ചാടരുത് കേട്ടോ. ഉള്ള വിവരം പറഞ്ഞേക്കാം. അതിനവിടെ പേടിക്കുന്നു. പേടി തീരെ ഇല്ല. രാധാലക്ഷ്മി ഭയങ്കര സ്നേഹവാ, പേടിയേ ഇല്ല. അപ്പച്ചി പോട്ടെ കേട്ടോ, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങള് മാത്രമേ അറിയത്തുള്ളൂ, ആരും പറയില്ല കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.